ആൾക്കൂട്ട ദുരന്തമുണ്ടായ കരൂർ സന്ദർശിക്കാൻ വിജയ് അനുമതി ലഭിച്ച ശേഷം ഉടൻ കരൂർ സന്ദർശിക്കാനാണ് നീക്കം. കരൂരിൽ മുന്നൊരുക്കങ്ങൾ നടത്താൻ നേതാക്കൾക്ക് നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. പാർട്ടിയുടെ പ്രവർത്തകർക്ക് 20-അംഗ സംഘത്തെ നിയോഗിച്ചു. ഇക്ബാൽ ഇറക്കലാണ് ചേരുന്നത്. ഇക്ബാൽ, അനുമതി ലഭിക്കും എന്നത് തന്നെയാണോ വിജയുടെ പ്രതീക്ഷ? കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന വിഷയമാണ്. കോടതിയിൽ നിന്ന് ഒരു അനുകൂല തീരുമാനം എന്നതാണോ വിജയ് ഉദ്ദേശിക്കുന്നത്? വിനീത, തീർച്ചയായും കോടതിയിൽ നിന്ന് ഒരു അനുകൂലമായിട്ടുള്ള ഒരു തീരുമാനം വന്നാൽ ഉടൻ തന്നെ കരൂർ സന്ദർശിക്കുക, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട് മരിച്ചിട്ടുള്ള മുഴുവൻ ആളുകളുടെയും കുടുംബങ്ങളെ സന്ദർശിക്കുക എന്നൊരു തീരുമാനത്തിലേക്കാണ് ഇപ്പോൾ വിജയ് കടന്നിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള നിർദ്ദേശം വിജയ് TVK പ്രവർത്തകർക്കും നേതാക്കൾക്കും നൽകുകയും ചെയ്തിട്ടുണ്ട്. TVKയുടെ നിലവിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി ബുസി ആനന്ദ് ഉൾപ്പെടെയുള്ള ആളുകൾ ഒളിവിലാണ്. കരൂരിലെ ജില്ലാ ഭാരവാഹികളും നേരത്തെ പോലീസിന്റെ പിടിയിലാവുകയും അവരെ റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. ഇതുകൊണ്ട് തന്നെ നിലവിൽ ഈ വിജയുടെ കരൂർ സന്ദർശനവുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നിയന്ത്രിക്കാനും അതുപോലെ തന്നെ ഒരു പദ്ധതി തയ്യാറാക്കുന്നതിനും വേണ്ടി ഒരു 20-അംഗ പ്രത്യേക സംഘത്തെ TVKയുടെ അകത്ത് വിജയ് തീരുമാനിച്ചിട്ടുണ്ട്. അവർക്ക് അതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും കരൂർ സന്ദർശനം നടത്താൻ വേണ്ടിയുള്ള എല്ലാ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളും സജ്ജീകരണങ്ങളും ഒരുക്കാനുള്ള നിർദ്ദേശമാണ് ഇപ്പോൾ TVKയുടെ ഈ പ്രവർത്തകർക്ക് വിജയ് നൽകിയിരിക്കുന്നത്. കോടതിയുടെ അനുമതി ലഭിച്ചാൽ ഉടൻ തന്നെ വിജയ് കരൂരിലേക്ക് എത്തി ഈ കുടുംബങ്ങളെ മുഴുവൻ കാണുമെന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. നിലവിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ടുള്ള ഹർജി ഉൾപ്പെടെ തള്ളിയിരിക്കുന്ന സാഹചര്യത്തിൽ ജനങ്ങളിൽ നിന്ന് ഒരു അനുകമ്പ അല്ലെങ്കിൽ ജനങ്ങൾ തങ്ങളുടെ കൂടെ നിൽക്കണമെങ്കിൽ ഇത്തരത്തിൽ ജനങ്ങളെ നേരിട്ട് കണ്ട് തന്നെ ഈ കാര്യങ്ങൾ അറിയിക്കണം, അല്ലെങ്കിൽ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളൊരു കാര്യം ജനങ്ങളെ ബോധ്യപ്പെടുത്തണം വിജയ്ക്കും TVKയ്ക്കും. അതിനുവേണ്ടിയുള്ള ഒരു ശ്രമമാണ് വിജയും TVKയും നിലവിൽ നടത്തുന്നത് എന്ന് വേണം ഈ വിഷയത്തിൽ നിന്ന് മനസ്സിലാക്കാൻ. ഏതായാലും ഇപ്പോൾ നിലവിൽ ലഭ്യമായിട്ടുള്ള വിവരങ്ങൾ പ്രകാരം TVKയ്ക്ക് അല്ലെങ്കിൽ വിജയ്ക്ക് അനുമതി ലഭിക്കുകയാണെങ്കിൽ കോടതിയിൽ നിന്ന് അനുമതി ലഭിച്ച ഉടൻ തന്നെ വിജയ് കരൂരിലേക്ക് പുറപ്പെടും. ഈ ദുരന്തത്തിൽ മരിച്ചുള്ള മുഴുവൻ ആളുകളെയും ബന്ധുക്കളെ കാണും. അതിനുശേഷം പിന്നീട് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ആളുകളെ കൂടി കണ്ടതിന് ശേഷം അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് കാണിക്കാനാണ്, അല്ലെങ്കിൽ അവർക്കൊപ്പം ഉണ്ട് എന്നുള്ളത് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്താനാണ് ഇത്തരത്തിലൊരു നീക്കത്തിലേക്ക് വിജയും TVKയും കടക്കുന്നത്. വിനീത, ശരി, ഇക്ബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. ഏതായാലും കോടതിയുടെ അനുകൂല തീരുമാനമുണ്ടായാൽ കരൂരിലേക്ക് പോകാൻ തയ്യാറെടുക്കുകയാണ് വിജയ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.